വേനൽക്കാലം എത്തും മുൻപേ കേരളത്തിൽ പലയിടത്തും കുടിവെള്ളക്ഷാമം തുടങ്ങിക്കഴിഞ്ഞു. അതിനിടെ ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം വെറുതെ പാഴായി പോകുന്നു. കൊല്ലം കുളത്തൂപ്പുഴയിൽ നിന്നുള്ള റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് പുനലൂർ. വേനൽ തുടക്കത്തിൽ തന്നെ ജലസ്രോതസ്സുകൾ വരണ്ടു. വേനൽക്കാലത്ത് കല്ലട ജലസേചന പദ്ധതിയിലെ വെള്ളമാണ് ഏക ആശ്രയം. ഇതിനിടയിലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനുകളിലെ ചോർച്ച വലിയ പ്രതിസന്ധിയാകുന്നത്. ദിവസവും ആയിരക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഇങ്ങനെ പാഴാകുന്നത്. മടത്തറ സെക്ഷനിൽ നിന്നുമുള്ള പൈപ്പിലാണ് ചോർച്ച. ഇതോടെ ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം കിട്ടാനേയില്ല. കുടിവെള്ളം കിട്ടാക്കനിയാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. എന്നിട്ടും ഓരോ ദിവസവും പൈപ്പ് തുറന്നു വിടുമ്പോൾ, അതല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 ദിവസം പൈപ്പ് തുറന്നു വിട്ടാൽ ഇങ്ങനെ ആയിരക്കണക്കിന് ശുദ്ധജലം ഈ റോഡിൽ അവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ കൂടി താപ്പോട്ട് ഒഴുകുന്നുണ്ട്, ഇങ്ങോട്ട് ഒഴുകുന്നുണ്ട്. ഇത് സ്ഥിരം കാഴ്ചയാണ്. യാതൊരു നടപടികളുമില്ല. ഞങ്ങൾക്ക് ഇവിടുന്ന് മടത്തറ വരെ പോയി സമരം ചെയ്യാനൊന്നും ആവില്ല. വെള്ളം കിട്ടുമ്പോൾ നമ്മൾ പിടിച്ചു വെക്കും. അല്പം ഉയർന്ന പ്രദേശമാണെങ്കിൽ സമയത്തിന് വെള്ളം കിട്ടാറുമില്ല. ആഴ്ചകളായി ഇതാണ് സ്ഥിതി. പലവട്ടം നാട്ടുകാർ പരാതി പറഞ്ഞിട്ടും നടപടിയില്ല. 2 വർഷമായി ഈ പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം ഇങ്ങനെ പോകുന്നത്. ഈ വെള്ളം ഇവിടെ ഈ മലയരുവി റോഡ് സൈഡിൽ കെട്ടിക്കിടക്കുന്നു. ഇത് കാരണം കൊച്ചുങ്ങൾക്ക് വഴി നടക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല. വെള്ളം ഇങ്ങനെ പാഴായി പോകുന്നതുകൊണ്ട് കാട്ടിൽ നിന്ന് വന്യജീവികൾ വന്ന് ഈ വെള്ളം കുടിക്കാൻ ഇറങ്ങി കിടക്കുന്നത് കാരണം രാത്രിയും പകലും ഒക്കെ റോഡിൽ പാമ്പിന്റെയും പന്നിയുടെയും മറ്റ് ജീവികളുടെയൊക്കെ ശല്യമാണ്. ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം കിട്ടാതായതോടെ ബദൽ സംവിധാനം ഒരുക്കാൻ ഗ്രാമപഞ്ചായത്തും നടപടി ആരംഭിച്ചിട്ടില്ല. പ്രശ്നം അടിയന്തരമായി പരിഹരിച്ച് കുടിവെള്ള വിതരണം സുഗമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പുനലൂർ. ചൂട് കനത്തതോടെ പലയിടങ്ങളും ജലക്ഷാമത്തിന്റെ പിടിയിലാണ്. ഉയർന്ന പ്രദേശങ്ങളിലടക്കം കിണറുകളിൽ വെള്ളം കുറഞ്ഞു. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പുനലൂരിൽ സ്ഥാപിച്ച വാട്ടർ കിയോസ്കുകൾ ആകട്ടെ നോക്കുകുത്തിയായി. പുനലൂർ താലൂക്കിന്റെ നേതൃത്വത്തിൽ 6 വർഷം മുൻപ് സ്ഥാപിച്ച വാട്ടർ കിയോസ്കുകളാണിവ. കുടിവെള്ളം ഉറപ്പാക്കാൻ സ്ഥാപിച്ച പദ്ധതി പക്ഷേ ഇന്ന് വരെ ലക്ഷ്യം കണ്ടില്ല. കാലങ്ങളായി ഇവ നശിക്കുകയാണ്. ഓരോ വില്ലേജുകളിലെയും ഉയർന്ന പ്രദേശം കേന്ദ്രീകരിച്ച 5000 ലിറ്ററിന്റെ ടാങ്കും സ്റ്റാൻഡ് ടാപ്പ് ഉൾപ്പെടെ അനുബന്ധ സംവിധാനങ്ങളുമാണ് സ്ഥാപിച്ചത്. സ്റ്റാൻഡ് സ്ഥാപിച്ചതല്ലാതെ ഇതുവരെ ഒരു തുള്ളി വെള്ളം ടാങ്കിൽ ശേഖരിക്കുന്നതിനോ വിതരണം ചെയ്യുന്നതിനോ സാധിച്ചിട്ടില്ല. മിക്ക പ്രദേശങ്ങളിലും ടാങ്കിന്റെ മൂടി തകർന്ന് വെള്ളം കെട്ടിക്കിടന്ന് കീടാണുക്കൾ പെരുകി രോഗാവസ്ഥ പരത്തുന്ന അവസ്ഥയാണ്. സ്റ്റാൻഡുകൾ തകർന്ന് ടാപ്പുകൾ ഉപയോഗശൂന്യമായി. വാട്ടർ കിയോസ്കുകൾ, അതായത് വലിയ വാട്ടർ ടാങ്കുകൾ നമ്മുടെ ഓരോ മേഖലയിലും സ്ഥാപിച്ച് അതിൽ വെള്ളം എത്തിച്ച് ആളുകൾക്ക് വിതരണം ചെയ്യാനുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി. ലക്ഷക്കണക്കിന് രൂപയാണ് അതിന്റെ പിന്നിൽ ചെലവായിട്ടുള്ളത്. ഒരു തുള്ളി വെള്ളം പോലും ഇതുവരെയായിട്ടും ആ വാട്ടർ ടാങ്കുകളിൽ എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, പല വാട്ടർ ടാങ്കുകളും പൊട്ടിപ്പൊളിഞ്ഞു. ഇതിനകത്ത് വ്യാപകമായ അഴിമതി നടന്നിട്ടുണ്ട്. സമഗ്രമായ ഒരു അന്വേഷണം ഇതിനെ സംബന്ധിച്ചുണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ടാങ്കും അനുബന്ധ സംവിധാനങ്ങളും സ്ഥാപിക്കുന്നതിന് ഒരെണ്ണത്തിന് ഏകദേശം 75,000-ഓളം രൂപയോ ചിലവായിട്ടുണ്ട്. 100-ൽ പുറത്ത് കിയോസ്കുകളാണ് മണ്ഡലത്തിലുടനീളം സ്ഥാപിച്ചത്. കുടിവെള്ള വിതരണത്തിന്റെ മറവിൽ അഴിമതി നടന്നുവെന്നാണ് ആരോപണം. ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും നാട്ടുകാർ ആവശ്യമുന്നയിക്കുന്നു. ന്യൂസ് 18 പുനലൂർ. തൃശൂർ ചാലക്കുടി പോട്ട ബാങ്ക് കവർച്ചാ കേസിലെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ സമയം വേണമെന്നാവശ്യപ്പെട്ടെങ്കിലും 2 ദിവസം മാത്രമാണ് കോടതി അനുവദിച്ചത്. മറ്റന്നാൾ രാവിലെ 10 മണിക്ക് പ്രതിയെ കോടതിയിൽ ഹാജരാക്കണം. പ്രതി റിജോ ആന്റണിയുമായി ഇന്നലെ ബാങ്കിലും സുഹൃത്തിന്റെ വീട്ടിലും റെയ്ഡ് നടത്തിയിരുന്നു.